ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐഫോണിൻ്റെ ഒരു സെക്യൂരിറ്റി ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന വരത്തില്ല, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐഫോണിൻ്റെ ഡിഫോൾട്ട് ആപ്ലിക്കേഷനായ ഷോർട്ട് കട്ട്സ് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഷോർട്ട് കട്ട് ആപ്പിനകത്ത് പോയിട്ട് നമുക്ക് കുറച്ച് ആക്ഷൻസ് ആഡ് ചെയ്യണം. ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആക്കലാണ്. ആദ്യത്തെ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വൈഫൈ ഓൺ ആക്കുന്നു. അതുപോലെ തന്നെ ഈ ആക്ഷൻ സെർച്ച് ചെയ്തിട്ട് അതുപോലെ നമ്മൾ മൊബൈൽ ഡേറ്റ ഓൺ ആക്കുന്നു. മൊബൈൽ ഡേറ്റ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ എടുക്കുകയാണ്. ഗെറ്റ് ലൊക്കേഷൻ സെർച്ച് ചെയ്യുക, ഗെറ്റ് ലൊക്കേഷൻ എടുക്കുക, അതിൻ്റെ ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പ്രിസൈസ് ആക്കുക, അവിടെ ബെസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെൻഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ട്രസ്റ്റഡ് കോൺടാക്ട് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഞാനൊരു ട്രസ്റ്റഡ് കോൺടാക്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ലോ പവർ മോഡ് ഓൺ ആക്കാം, കാരണം നമ്മുടെ ഫോൺ കളഞ്ഞു വേണ്ടി ഇപ്പോൾ ബാറ്ററി തീർന്നു പോകണ്ട. അപ്പോൾ നമ്മൾ സെറ്റ് ലോ പവർ മോഡ് ഓൺ ആക്കിയിട്ട് നമ്മളിത് ബ്ലൂടൂത്തിന് അണ്ടർലായിട്ട് ഇടുവാണ്. എന്നിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് വർക്ക് ആകുന്നത്. ബ്ലൂടൂത്ത് ലോ പവർ മോഡ് ആണോ, വൈഫൈ ആണോ, മൊബൈൽ ഡേറ്റ ആണോ, കറണ്ട് ലൊക്കേഷൻ എടുക്കും, നമ്പറിലോട്ട് അയക്കും. അതുകൊണ്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഇപ്പോൾ ലോസ്റ്റ് ഐഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലോട്ട് ഇത് ആക്കിയിട്ട് സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് കട്ടിൻ്റെ പരിപാടി. അതുപോലെ ഈ സെൻഡ് മെസ്സേജിൻ്റെ അവിടെ ഒരു അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോ വെൻ റൺ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓഫ് ചെയ്ത് കളയാം. ഡൺ കൊടുക്കുക. ഓട്ടോമേഷൻ പേജ് വന്നിട്ട് ന്യൂ ഓട്ടോമേഷൻ കൊടുക്കുക. ന്യൂ ഓട്ടോമേഷൻ കൊടുത്തിട്ട് നമ്മുടെ അതുപോലെ തന്നെ മെസ്സേജ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് എടുക്കുക. മെസ്സേജ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് എടുത്തിട്ട് നമ്മളിവിടെ സെൻറ്ററിൻ്റെ അവിടെ നമ്മൾ നേരത്തെ കൊടുത്ത് ട്രസ്റ്റഡ് കോൺടാക്ട് നമ്മളിവിടെ സെലക്ട് കൊടുക്കുക. അതുപോലെ മെസ്സേജ് കണ്ടന്റ് നമ്മളോട് കൊടുക്കുന്നത് ലോസ്റ്റ് എന്നാണ് ഞാനൊരു കീവേഡ് കൊടുക്കുന്നത്. ഞാനിവിടെ ലോസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൺ ഇമീഡിയറ്റ്ലി എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിൽ ഏത് ഓട്ടോമേഷൻ റൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മളവിടെ ലോസ്റ്റ് ഐഫോൺ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഓട്ടോമേഷനും കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ അതിന് അടുത്ത് ചെയ്യാനുള്ള നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്ത് കയറി നമ്മൾ സെറ്റിംഗ്സ് ഒക്കെ ഓഫ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈഫൈ ഓഫ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ ഡേറ്റ, നമ്മൾ ബ്ലൂടൂത്ത് എല്ലാം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ടുമാണ്. ബ്ലൂടൂത്ത് സെറ്റിംഗ്സിനകത്ത് പോയിട്ട് ഞാൻ ബ്ലൂടൂത്ത് ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ ലോ പവർ മോഡും കൂടെ ഒന്ന് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനിയും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മൾ സെക്കൻഡറി ഡിവൈസ് നമ്മളെടുത്തിട്ട് സെക്കൻഡറി ഡിവൈസിൻ്റെ അകത്തുനിന്ന് നമ്മൾ ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് നമ്മുടെ ആ ഒരു ലോസ്റ്റ് ആയിപ്പോയ ഫോണെന്ന് വിചാരിക്കുന്ന മറ്റേ ഫോണിലോട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റേ ഫോണിൽ മെസ്സേജ് റിസീവ് ആയിട്ടുണ്ട്. ഷോർട്ട് കട്ട് റണ്ണിങ് ആണ്. ഷോർട്ട് കട്ട് റണ്ണിങ് ആയിട്ട് നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിന് നമ്മുടെ കളഞ്ഞു വഹിക്കുന്ന ഐഫോണിൻ്റെ അകത്തുനിന്ന് നമ്മുടെ കറണ്ട് ലൊക്കേഷനും അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മുടെ ഐഫോൺ അത് കാണാൻ പറ്റും. നമ്മുടെ നെറ്റ്വർക്ക് ഓൺ ആയിട്ടുണ്ട്, ലോ പവർ മോഡ് ഓൺ ആയിട്ടുണ്ട്, ബ്ലൂടൂത്തും സെറ്റിംഗ്സും എല്ലാം ഇനേബിൾ ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളെല്ലാം ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോൺ ഇങ്ങനെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മുടെ വേറൊരു പ്രൈമറി ഡിവൈസ് അല്ലെങ്കിൽ വേറൊരു നമ്മുടെ സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഫോൺ ഒരാളെടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഓൺ ചെയ്തിട്ട് നമ്മുടെ ഐക്ലൗഡ് ഗെറ്റ് ലൊക്കേഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ ഡേറ്റയൊക്കെ ഓൺ ആയിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഐഫോൺ യൂസിന് ചങ്കിന് അയച്ചു കൊടുത്തിട്ട് പറയണം. നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ തന്നെ നോക്കണം. അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കണ്ടന്റ് ഇനി ഇടുന്നതായിരിക്കും. അപ്പം ബൈ ഗൈസ്, എല്ലാവരുടെയും ഫോൺ കളഞ്ഞു പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം.